അപ്പൊ ഗൈസ് ഇനി നമ്മൾ പോകേണ്ടതോ നമ്മൾ ഡാമിൽ നിന്ന് പിടിച്ച അടിപൊളി വലിയ കട്ടില ഇതുപോലത്തെ മീനുകൾ കാണാൻ പോകട്ടോ. കാണിച്ചു തരാം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ തരാൻ കഴിയുള്ളൂ. അവിടെ പോയിട്ട് പിടിയിടാം. ഓക്കെ. അപ്പൊ ഇടുക്കിയില് ഞാൻ പറഞ്ഞല്ലോ ഡാമിൽ നിന്ന് മീൻ പിടിക്കുന്ന ടീം അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവരുമായി നമ്മൾ സംസാരിക്കട്ടോ. അപ്പൊ ഇവരാണ് ഡാമിൽ മീൻ പിടിക്കുക. അവർക്ക് പ്രത്യേക അനുവാദം. നമുക്കൊന്നും ഡാമിൽ പോകാൻ പറ്റില്ല അല്ലേ? പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തായാലും അനുവാദം ഇല്ല. ഇല്ലേ? നിങ്ങൾ എത്ര ടീമുണ്ട്? ഇങ്ങനെ ടീം എത്ര ടീമുണ്ട്? 12 പേര്. ഈ ടീമാണ് അതിൽ പോയി ഡാമിൽ പോകും മീൻ പിടിക്കുക. താമസിക്കാൻ അനുവാദമില്ല. ഡാമിൽ ഇറങ്ങാൻ അവിടെ മീൻ പിടിക്കാൻ ഒരു പുതിയൊരു കണമ്പ, രോഹു, മൃഗാള്, സിലോപ്പി. ഇതിൽ ഏറ്റവും ടോപ്പ് ടേസ്റ്റിൽ മീനതാ കുയില് എന്ന മീൻ. അത് എങ്ങനെ നെയ്മീൻ പോലെയാണോ? ചെമ്പ് അടിപൊളി മീൻ. അപ്പൊ ഏറ്റവും സന്തോഷം. പേര് എന്റെ പേര് അജയേട്ടൻ. കാഞ്ചിയാർ. ഓ നല്ല പേരട്ടാ. സന്തോഷമുണ്ട്. നിങ്ങളുടെ പേര് അനീഷേട്ടൻ. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. അപ്പൊ നിങ്ങൾ ഡാമിലേക്ക് ഇറങ്ങാട്ടോ. ഡാമിലേക്ക് ഇറങ്ങുകയാണ് മക്കളെ. മീൻ പിടിക്കുന്ന ഏരി കാണിച്ചു തരാം. ഈ പറഞ്ഞു നോക്കിയേ. ഇതിലൂടെ അതുപോലെ ആന ബോട്ടിലൊന്നും പോകില്ലല്ലേ? നീന്തി കിടക്കല്ലേ? വേറെ വഴിയില്ല. നീന്തി കിടക്കുവൻ. ഏതായാലും ഭയങ്കര രസമാണ്. അപ്പോൾ ഇതാട്ടോ നമ്മൾ പറഞ്ഞ മീന് ഡാമിൽ നിന്ന് പിടിച്ചു കൊടുക്കുന്ന മീനാട്ടോ. വലിയ വലിയ മീൻ. ഒരു മീൻ തന്നെ നമുക്ക് ഏകദേശം 10-20 കിലോ വെയിറ്റ് ഇരുന്ന മീനാട്ടോ ഡാമിൽ നിന്ന് പിടിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ കഴിച്ചിരുന്നു. അടിപൊളി ടേസ്റ്റാട്ടോ ഡാമിലെ മീൻ. കഴിച്ചവരുണ്ടെങ്കിൽ ചേട്ടാ ആന എവിടെ ഉണ്ടാവുക? എവിടുന്ന് ആന വരിക ചേട്ടാ? എവിടുന്ന് ആന വരിക? എന്നിട്ട് അവിടുന്ന് ഈ വെള്ളത്തിൽ നീന്തി പോവോ? അക്കരേക്കോ? തന്നെ ആന പുലിയേട്ടാ. ആന ചില്ലറക്കാരല്ല. ആ നടന്നു പോണ ഞാൻ ചിന്തിച്ച് നടന്നു പോവുന്ന. അപ്പൊ മക്കളെ ആന ഡാമിലേക്ക് നീന്തി പോട്ടോ. നിങ്ങളെങ്ങനെ കോരുവലോണ്ട് പിടിക്കുന്ന? ഏത് വല ഉണ്ട്? ആ വല ഉണ്ടല്ലേ. ഇതെന്താ പേര് പറയാ? ബത്തൽ അല്ല. ഇതെന്താ പേര് പറയാ? എന്താ പേര്? മോഹൻലാലോ? ഈ മീന് മോഹൻലാൽ. ഇവര് വിളിക്കുന്ന പേര് മോഹൻലാല്. മോഹൻലാല് ഇവിടെ കാണുന്നുണ്ടെങ്കിലോ ഒന്ന് മനസ്സിൽ ചേട്ടാ.